എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 108 ദിവസം. പന്തളാഗമനം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ആചാര്യകൽപ്പിതം പോലുടൻ സർവ്വതും രാജാവ് കൽപ്പിച്ചു മാസപൂജയ്ക്കുടൻ ആരണശ്രേഷ്ഠരേവം നിയോഗിച്ച് ഭൂതനാഥ സേവ പിന്നെയും ചെയ്തുടൻ. അയ്യപ്പദേവന്റെ പാദസരോജങ്ങൾ അയ്യപ്പദാസനും താണു നമിച്ചുടൻ. മുപ്പരാധീശന്റെ രൂപവും വാണിയും ശ്രീരാജശേഖരനുള്ളം നിറച്ചുടൻ. ആചാര്യരോടുമായി സേവകരോടുമായി വേഗേന പമ്പയിൽ സ്നാനവുമാർന്നുടൻ. പാരിതിൽ ഖാദിയേറിയിടുന്ന പന്തളം പ്രാപിച്ച് വാസവും ചെയ്താർ യഥാസുഖം. ലോകങ്ങൾ പാലിച്ചു മേവും ഭഗവാന്റെ പാദങ്ങൾ സേവിച്ച് വാഴും ജനത്തിന് ശോകങ്ങളൊന്നുപോലും പിണഞ്ഞിടാതെ ലോകനാഥൻ കാത്തുകൊള്ളുന്നു സന്തതം. ലോകൈകനാഥന്റെ കോവിൽ ചമച്ചുടൻ മേദിനി പാലകനെത്തുന്ന നേരത്ത് രാജ്യമെല്ലാടവും വാദ്യഘോഷങ്ങളാൽ രാജമൗലിക്കുടൻ സ്വാഗതം ചെയ്തുതേ. ആലവട്ടങ്ങളും മുത്തുക്കുടകളും ചേലോട് തോരണജാലങ്ങളും ചേർത്ത് വാരണവാജീരഥാദീ വൃന്ദങ്ങളാൽ പൗരജനങ്ങളും സ്വീകരിച്ചിടിനാർ. നീരാഞ്ജനം ചെയ്ത് രാജനാരീജനം രാജാവ് തന്നെയും സ്വീകരിച്ചൻപോട്. പൂർണ്ണകുംഭത്തോട് പണ്ഡിത പ്രൗഢരും ഭൂപതി തന്നെയും സ്വീകരിച്ചിടിനാർ. ആനന്ദപൂർണനായ ആദിത്യകാന്തിയിൽ ആതങ്കഹീനൻ അകമ്പുക്ക നേരത്ത് റാണിയും പുത്രനും പ്രാണസമാനനാം പ്രാണനാഥൻ തന്നെ നന്നായി തഴുകിനാർ. ആചാര്യപാദവും ആചാരമോടുടൻ റാണിയും പുത്രനും താണു വണങ്ങിനാർ. ജയരവം ചെയ്തും നവാക്ഷരി ചൊല്ലിയും ജയഭേരിയേറ്റും സമസ്ത ജനങ്ങളും ജഗദഭിരാമനാം അയ്യപ്പദേവനെ അകമേറ്റി മത്തരായി നൃത്തങ്ങളാടിനാർ. കൈതവഹീനരാം പൗരജനങ്ങൾ തൻ ഉല്ലാസയാനന്ദഭാവങ്ങൾ ചൊല്ലുവാൻ ഉറുവിയിൽ ആർക്കെളുതാകുന്നു ദൈവമേ സർവനാഥൻ തുണ ചെയ്യട്ടെ സന്തതം. നവാക്ഷരീനാഥന്റെ പ്രീത്യർത്ഥമായിട്ട് നവദിന സദ്യകളും നാട്ടിലാകവേ നലമോട് ഭക്തനാം മന്നവൻ ജയിച്ചത് അകമേറി വന്നതേ അന്നദാതാവിനും. അന്നദാന പ്രഭു അയ്യപ്പസ്വാമിക്ക് അന്നദാനത്തിൽ പ്രിയമേറ്റമേറിയിടും. വിപ്രജനങ്ങൾക്ക് വസ്ത്രദാനങ്ങളും വിത്തദാനങ്ങളും ഗോക്കൾ ദാനങ്ങളും ക്ഷിപ്രമായി ഭൂപതി നന്നായി അനുഷ്ഠിച്ചത് ഉൽപ്പന്നം മോദം ഗ്രഹിച്ചതെല്ലാവരും. ശില്പീവരന്മാർക്ക് സുപ്രമോദം രാജൻ ഉത്തമ സമ്മാനജാലങ്ങൾ നൽകിനാൻ. രാജ്യമെല്ലാടവും സമ്പദ് സമൃദ്ധിയാൽ പൂജനീയൻ പരബ്രഹ്മം കനിഞ്ഞുതേ. നാനാജനങ്ങളും ആനന്ദചേതസ ദീനാനുകമ്പിയാം മന്നനെ ശ്ലാഘിച്ച് ദീനനിവാരണൻ താരക ബ്രഹ്മത്തെ മാനസം പേറി തദ്വാസസ്ഥലങ്ങളിൽ ആനന്ദമോടെ ഗമിച്ചു മരുവിനാർ. ആനന്ദമായിതോ സർവർക്കും ഉറുവിയിൽ. യുവരാജാഭിഷേകം. കാലം ആരബ്ധവും കൂടി ഭഗവാന്റെ ലീലയാ ശ്രീരാജശേഖരൻ ഭൂമിയെ പാരാതെ പാലിച്ച് തൻ്റെ ഇളമയായി രാജരാജൻ തന്നെ വാഴിച്ചു കൊള്ളുവാൻ ഭാരിച്ച മോദേനകാംക്ഷയും കൈക്കൊണ്ട് ഭാരിച്ച ഭക്തനാം തത്കുലാചാര്യൻ്റെ പാദങ്ങൾ വന്ദിച്ച് ചൊന്നാൻ സഹർഷേണ ഭൂപതിരത്നമാൻ ക്ഷത്രിയ പുങ്കവൻ. കല്യനാം മദ്ഗുരോ എന്നിലുള്ള ആഗ്രഹം ഇല്ല ഭരിക്കുവാൻ എന്ന് ചൊല്ലിയിടുന്നേൻ. സർവലോകേശനാം ഭൂതനാഥപ്രഭു നമ്മുടെ രാജ്യാധിവാസം നടത്തുമ്പോൾ പിന്നൊരു ഭൂപാലകൻ ഉണ്ടാകണോ ഗുരു. വന്ദനീയ ചൊല്ലുകന്നോട് നല്ലതായി അയ്യപ്പ ദൈവതമല്ലാതെ മറ്റൊന്നും ഉള്ളമേറാതുള്ള സദ്ഗുരുനാഥനും അയ്യപ്പദേവനെ തന്മനക്കണ്ണിനാൽ നല്ല പോലെ കണ്ടരുൾ ചെയ്തു വന്ന നേരത്തിൽ മന്നോർ കുലമണേ നിന്നുടെ പുത്രനെ നന്നായി ഇളമയായി വാഴിക്കടോ ഭവാൻ. രാജരാജൻ യുവരാജാവായി വാഴുവാൻ ഭൂതനാഥൻ ചിത്തമേറ്റെന്നു ചൊല്ലിടാം. ആചാര്യകൽപ്പിതം കേട്ട് ഭൂപൻ മുത രാജാഭിഷേക സംഭാരങ്ങളൊക്കെയും മന്ത്രിയുമായിട്ട് ചിന്തിച്ചു വേണ്ടവ അന്തരമെന്നെ നടത്തിച്ചു വിക്രമൻ. പുണ്യമാം ഉത്തരായനാരംഭസുദിനത്തിൽ പുത്രനായി തന്നെ രാജചിഹ്നം നൽകി രാജസിംഹാസനമേറ്റി പ്രതിഷ്ഠിച്ചാൻ രാജീവലോചന ഭക്തനാം ഭൂപതി. അന്നൊരു ധന്യമുഹൂർത്തത്തിൽ ദേവന്റെ ദിവ്യപ്രതിഷ്ഠ നടത്തിയ നേരത്തിൽ തന്നെ പുത്രനായി രാജ്യാഭിഷേകവും ധന്യനാം ഭൂപതി മുന്നം നടത്തിച്ചാൻ. രാജരാജൻ തൻ്റെ രാജ്യാഭിഷേകത്തെ ലോകരെല്ലാം അതിമോദന വീക്ഷിച്ചാർ. ഉണ്ണിതൻ ശ്രേയസ്സിനായുള്ള കർമ്മങ്ങൾ
ഒന്നൊഴിയാതെ നടത്തിച്ചു ഭൂപതി. ഹോമവും പൂജയും ദാനകർമ്മങ്ങളും ഭീമാനാം ഭൂപതി ജയിച്ചു ധന്യനായി. ശ്രീനിധിയാകും പരദൈവമയ്യപ്പ ദേവന്റെ ദിവ്യ നവാക്ഷരി പൂജ്യരാൽ. രാപ്പകലന്യേ അഖണ്ഡം 18 വാസരം ഘോഷമങ്ങു നടത്തിച്ചാൻ. ധർമ്മോപദേശങ്ങളെല്ലാം മകനോട് നിർമ്മല മാനസൻ നന്നായി അരുൾ ചെയ്തു. ധർമ്മസംസ്ഥാപനമാണു കുമാരക നിർമ്മലമാം ക്ഷത്രിയ ധർമ്മമെന്നോർക്കടോ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.